നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 18-ാം സങ്കീർത്തനം 14-ാം വാക്യം. അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ദാവീദിന് ലഭിച്ച വിജയത്തെയാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യങ്ങളിലൂടെ ഓർക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ളിടത്ത് മിന്നലയക്കുവാനും ശത്രുവിനെ 4 വഴിക്ക് പാലാലും ജയിക്കുവാനും ദൈവത്തിന് കഴിയും. ദാവീദിനു വേണ്ടി ദൈവം പ്രകൃതി ശക്തികളെയാണ് ഉപയോഗിക്കുന്നത്. ദാവീദ് ദൈവത്തിൻ്റെ അഭിഷിക്തനാകിയാൽ ദൈവം അവനെ തിരഞ്ഞെടുത്തതുകൊണ്ട് ഒരു ശത്രുവിനും അവനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ദൈവമാണ് ദാവീദിനു വേണ്ടി ശത്രുവിനെ നേരിട്ടത്. ദാവീദിനെ തകർക്കുവാൻ പലരും ശ്രമിച്ചെങ്കിലും ആർക്കും കഴിഞ്ഞില്ല. പ്രിയ സ്നേഹിതരെ, ദാവീദിനെ പോലെ ദൈവത്താൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ഒരു ശത്രുവിനും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവം നമുക്ക് വേണ്ടി ശത്രുവിനെ നേരിടും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ ദൈവവിധപ്രകാരം ജീവിക്കുന്നവരായി ഈ നാളുകളിൽ നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ശത്രുക്കളുടെ മധ്യത്തിൽ എനിക്ക് വേണ്ടി ഇടപെടുവാൻ നീ ഇറങ്ങി വരണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.